ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മൊത്തത്തിൽ അധീനതയിലാക്കിയത്. അപ്പം അതിൽ വാർസ് മാത്രമായിരുന്നു, യുദ്ധങ്ങൾ മാത്രമായിരുന്നു അല്ല, അതിൽ ഡിപ്ലോമസി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് രണ്ടുമാണ്. എപ്പോഴും യുദ്ധങ്ങൾ മാത്രമല്ല, കുറേയും കൂടി ഡിപ്ലോമസിയാണ്. അപ്പോൾ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ഉണ്ടായതിനു ശേഷം 100 വർഷത്തോളം അവർ ഡിപ്ലോമസിയാണ് ചെയ്തത്. അതായത് രാജാക്കന്മാർക്കാണ് ട്രേഡ് കൺസെഷൻ വാങ്ങും, അതുപോലെ തന്നെ അവർ വിശ്വാസം നേടിയെടുക്കും. ഇപ്പോൾ നമ്മുടെ ജഹാംഗീറിനെ എടുക്കുകയാണെങ്കിലും ഫറൂഖ് സിയാർ എന്ന് പറഞ്ഞ മുഗൾ റൂളർ എടുക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അവിടെ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ 10 ക്ലാസ്സുകളോളം കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ വാർ വേണ്ടെടുക്കുക വാറും, കോൺസ്പിറസി വേണ്ടെടുക്കുക കോൺസ്പിറസിയും ചെയ്തിട്ടാണ് ആര് മുമ്പോട്ട് വന്നത്, ബ്രിട്ടീഷുകാർ മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ലോങ് ടേം പോളിസി ഉണ്ടായിരുന്നു, വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, ഗ്രാജുവലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എയിം ചെയ്തിരുന്നു. ഇതാണ് അവരുടെ മെയിൻ കാര്യം. അപ്പോൾ അതിൽ തന്ത്രങ്ങൾ എന്ന് പറയുന്നതിൽ, ഡിപ്ലോമസി എന്ന് പറയുന്നതിൽ 1-2 സ്കീംസ് നമുക്ക് നോക്കാം. വിശദമായിട്ട് പിന്നെ ഒരു സെക്ഷനിൽ തന്നെ പറയാനുണ്ട്. പക്ഷേ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലി, അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് സബ്സിഡറി അലയൻസ് ഉണ്ടാക്കി? ലോർഡ് വെല്ലസ്ലി. എന്താണ് സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആർമി അസിസ്റ്റൻസ് ആണ്, ഒരു മിലിറ്ററി അസിസ്റ്റൻസ് ആണ്. അതായത് 2 രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരാൾക്ക് അസിസ്റ്റൻസ് വേണമെങ്കിൽ അത് ബ്രിട്ടീഷുകാർ കൊടുക്കും. എങ്ങനെ? മിലിറ്ററി പവറും മറ്റത് കൊടുക്കും. കുറച്ച് നിബന്ധനകൾ ഉണ്ടാവും, അതിനൊരു പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ പൈസ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ നാട്ടുരാജ്യം ആരുടെ കയ്യിലാവും? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവും. ഈ ഒരു എന്താ പറയുക പരിപാടിയാണ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. സബ്സിഡറി അലയൻസിൻ്റെ ഇതിൽ വേറൊരു കുറേ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതിൽ നോക്കിയാൽ ഇത് ഇന്ത്യൻ റൂളർ കുഡ് നോട്ട് എംപ്ലോയ് എനി യൂറോപ്യൻ ഇൻ ഹിസ് സർവീസ് വിത്തൗട്ട് ദ പ്രയർ കൺസൾട്ടേഷൻ വിത്ത് ദ കമ്പനി. ഇങ്ങനെ ഒപ്പിട്ട രാജ്യങ്ങളിൽ അല്ലെ നാട്ടുരാജ്യങ്ങളിൽ എന്താ പ്രശ്നം? ഒരു ഇന്ത്യൻ റൂളറിനും എന്താണ് ബ്രിട്ടീഷുകാർ അറിയാതെ ഒരാളെപ്പോലും, ഒരു യൂറോപ്യനെ പോലും സർവീസിൽ വെക്കാൻ പറ്റില്ല. ഇതാരും ഉദ്ദേശിച്ചാണ്? ഫ്രാൻസിനെ ഉദ്ദേശിച്ച്. ആ സമയത്ത് ഫ്രാൻസുമായിട്ട് എപ്പോഴും അടി നടക്കുന്ന ഒരു കാര്യമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫോഴ്സസും. അതുകൊണ്ട് ഇപ്പോൾ ടിപ്പു ഒക്കെ ഫ്രഞ്ച് ഹെൽപ്പ് തേടുന്ന ആളുമാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇന്ത്യൻ റൂളർ കുഡ് നോട്ട് എംപ്ലോയ് എനി യൂറോപ്യൻ ഇൻ ഹി സർവീസ് വിത്തൗട്ട് പ്രയർ കൺസൾട്ടേഷൻ. അപ്പം പൈസ കൊടുക്കണം, നമ്മൾ ബ്രിട്ടീഷുകാരെ സഹായിക്കും, ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശരിയാണ്. പക്ഷേ ഒരുപാട് നിബന്ധനകളുണ്ട്. ഒന്നിതാണ്, അതായത് വേറെ യൂറോപ്യൻസിനെ ബ്രിട്ടീഷുകാരറിയാതെ സർവീസിൽ വെക്കരുത്. അത് ഫ്രഞ്ചിനെ ഉദ്ദേശിച്ചാണ്. കാരണം അവരാണ് ആ സമയത്തുണ്ടായ കോമൺ ഓപ്പണൻ്റ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഭരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സബ്സിഡറി അലയൻസ് എന്ന് ആസ് സച്ച് ഒരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായത്? ഇന്ത്യൻ റൂളർ ലോസ്റ്റ് ദർ ഇൻഡിപെൻഡൻസ് ബൈ ബൈയിങ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷ് ഫോഴ്സസിന്, മിലിറ്ററിനെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ദേ ആർ നോട്ട് ഫ്രീ ഓഫ് ഇൻ്റർഫറൻസ് ഫ്രം ബ്രിട്ടീഷ് റെസിഡൻറ്റ്. ദേ ലോസ്റ്റ് മച്ച് ഓഫ് ദ റവന്യൂ പേയിങ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ്. ഒരുപാട് റവന്യൂ പോയി. കാരണം വെച്ചാൽ ഈ ട്രൂപ്സിന് പൈസ കൊടുക്കണ്ടേ. മാത്രമല്ല എപ്പോഴും ഒരു റെസിഡൻറ്റ് ഉണ്ടാവും അവിടെ താമസിക്കാൻ രാജ്യത്ത്. അപ്പോൾ പിന്നെ എല്ലാ കാര്യത്തിലും പുള്ളി ഇടപെടുകയല്ലേ. അപ്പം ഇതാണ് സബ്സിഡറി അലയൻസ് ബൈ ലോർഡ് വെല്ലസ്ലി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് മാത്രം. സ്റ്റേറ്റ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്സ് വിച്ച് ആക്സെപ്റ്റഡ് സബ്സിഡറി അലയൻസ്. ഇത് ഇന്ത്യൻ പ്രിൻസസ് ഹു ആക്സെപ്റ്റഡ് സബ്സിഡറി അലയൻസ്. ആരൊക്കെ ഇത് സ്വീകരിച്ചു എന്നുള്ളത്? ഒന്ന് നിസാം ഓഫ് ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദ് സ്റ്റേറ്റാണ് ആദ്യമായിട്ട് സബ്സിഡറി അലയൻസ് ഒപ്പുവെച്ചത്. പിന്നെ മൈസൂർ എപ്പോഴാണ്? 1799 നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം, ടിപ്പു മരിച്ചതിന് ശേഷം മൈസൂർ ഒപ്പിട്ടു. പിന്നെ തഞ്ചാവൂർ, നവാബ് അവധ്, പെഷ്വ ഓഫ് ബോൺസിലെ എല്ലാവരും, മറാത്താസിൻ്റെ ക്ഷയിച്ചു തുടങ്ങിയതിന് ശേഷം അവധിലെ മറാത്താസും ഒക്കെ ഒപ്പിട്ട് തുടങ്ങി. അതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അടുത്തതൊരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാണ്. അതായത് സ്റ്റേറ്റഡ് ദാറ്റ് അഡോപ്റ്റഡ് സൺ കുഡ് ബി ഹെയർ ഓഫ് ദർ ഫോസ്റ്റർ ഫാദേഴ്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതായത് ദത്തെടുത്ത പുത്രന് അച്ഛൻ്റെ സ്വത്തുവകകളിലൊക്കെ അധികാരമുണ്ട്, പക്ഷേ എന്തിനില്ല? സ്റ്റേറ്റിലില്ല. അതായത് അച്ഛൻ രാജാവാണെങ്കിൽ മകന് രാജാവാൻ പറ്റില്ല, ദത്തുപുത്രനാണെങ്കിൽ. ഇതാണ് ക്ലോസ്. ഇതാരാണ് ചെയ്തത്? ഈ പറഞ്ഞ സ്കീം ആരാണ് കൊണ്ടുവന്നത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ബൈ ലോർഡ് ഡൽഹൌസി. അപ്പോൾ ഇത്രയാണ് തന്ത്രങ്ങൾ, അതായത് ഡിപ്ലോമസി സൈഡിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ടാക്ടിക്സ് സൈഡിൽ ബ്രിട്ടീഷുകാർ പ്രയോഗിച്ചത്. ഇപ്പോൾ റിംഗ് ഓഫ് ഫെൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, പോളിസി ഓഫ് പ്രൗഡ് റിസർവ്, അങ്ങനെ ഒരുപാട് പോളിസികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സും അതുപോലെ തന്നെ സബ്സിഡറി അലയൻസും. ഇതൊക്കെ പിന്നെ 1857 വലിയ വാറുകൾക്ക്, റിവോൾട്ടിനൊക്കെ കാരണമായ പോളിസികളാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ആസ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്ന് പറയുന്ന അവർ വളരെ ഗ്രാജുവലായിട്ട് 2 ടെക്നിക്സും മാസ്റ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. വൺ ഇസ് ഡിപ്ലോമസി ത്രൂ ടോക്സ്, ത്രൂ എപ്സിയോണേജ്, അതുപോലെ തന്നെ സീക്രസി, കോൺഫെഡറേഷൻ അല്ല കോൺസ്പിറസീസ് ഒക്കെ. നേരെ മറിച്ച് വാർ വേണ്ടെടുക്കുക അവർ മടിച്ചു നിന്നുമില്ല. ദേ വർ ഫൈറ്റിംഗ് വാർസ് ലൈക്ക് ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ,
ആൻഡ് ആംഗ്ലോ മൈസൂർ വാർസ്, ആംഗ്ലോ ഫ്രഞ്ച് വാർസ് ആസ് വെൽ ആസ് ആംഗ്ലോ മറാത്ത വാർസ്. അപ്പോൾ ഇത്രയും വാറുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നീക്സും തന്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ക്ലാസ് ഇപ്പം നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം.